നമസ്കാരം, ഞാൻ ആസുൽ പന്നാട്. ചാനൽ 5+ലേക്ക് സ്വാഗതം. ഇന്ത്യയിലെ പ്രധാന നദികളെ കുറിച്ച് നമുക്കറിയാം. ഗംഗ, യമുന, ബ്രഹ്മപുത്ര, മഹാനദി, ഗോദാവരി, കൃഷ്ണ, കാവേരി, നർമ്മദ എന്നിങ്ങനെ പോകുന്ന അതിൻ്റെ ഒരുപാട് നദികളുണ്ട്. കേരളത്തിലാണെങ്കിൽ ഭാരതപ്പുഴ, പെരിയാർ, ചാലിയാർ, തേജസ്വിനി തുടങ്ങി 44 നദികൾ കേരളത്തിലുണ്ട്. ആ കൂട്ടത്തിൽ ഹംസ നദിയെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഹംസ നദി മലപ്പുറത്തോ കോഴിക്കോട്ടോ അല്ല, കേരളത്തിലും ഇന്ത്യയിലുമല്ല. നമ്മുടെ പാട്ടിലൊക്കെ പറയുന്ന ഒരു ഒമ്പുറ്റ ഹംസ റളിയല്ലാഹുവിന് ജന്മം നൽകിയ സൗദി അറേബ്യയിലോ പാകിസ്ഥാനിലോ ഒന്നുമല്ല. ഈ നദി ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ ആമസോൺ നദിയുടെ 4 കിലോമീറ്റർ അടിയിൽ കൂടി ഒഴുകുന്ന ഭൂഗർഭ നദിയാണ്. ഞാൻ ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ നദി ആമസോൺ എന്ന് പറഞ്ഞപ്പോൾ പഴയ പാഠം പഠിച്ചവരൊക്കെ ഈ ചങ്ങായി എന്ത് വിഡിത്തമായി പറയുന്നത്, ഏറ്റവും നീളം കൂടിയ നദി നൈൽ നദിയല്ലേ എന്ന് ചിലപ്പോൾ മനസ്സിൽ കരുതിയിട്ടുണ്ടാവും. ചിലരൊക്കെ മുഴുവൻ കാണുന്നതിന് മുമ്പ് കമന്റ് ബോക്സിൽ കുറിച്ചിട്ടുമുണ്ടാകും. പെറുവിലെ ആൻഡീസ് പർവ്വത നിരകളിൽ നിന്ന് ആയിരുന്നു ആമസോണിന്റെ ഉത്ഭവമെന്ന് പണ്ട് കണ്ടുപിടിച്ചിരുന്നതെങ്കിലും ഇപ്പോൾ കുറച്ചുകൂടി തെക്കോട്ട് മാറിയാണ് ഉത്ഭവസ്ഥാനം എന്ന് കണ്ടെത്തിയിരിക്കുന്നു. അതോടെ 6695 കിലോമീറ്റർ ദൈർഘ്യമുള്ള നൈൽ നദിയെ പിന്തള്ളി 6800 കിലോമീറ്റർ ദൈർഘ്യമുള്ള ആമസോൺ 1ാം സ്ഥാനം കരസ്ഥമാക്കിയിരിക്കുന്നു. തെക്കേ അമേരിക്കയുടെ ഒരു 40% സ്ഥലങ്ങളിലും അതൊരു 6 രാജ്യങ്ങളിലൂടെയാണ് ആമസോൺ കടന്നു പോകുന്നത്. ലോകത്തെ നദീജല സമ്പത്തിന്റെ 1/5 ഭാഗം ആമസോണിന്റെ സംഭാവനയാണ്. വലുപ്പം കൊണ്ട് 2ാം സ്ഥാനം മുതൽ 10ാം സ്ഥാനം വരെയുള്ള മുഴുവൻ നദികളിൽ കൂടെ ഒഴുകുന്ന വെള്ളത്തിന്റെ അളവിനേക്കാൾ കൂടുതലാണത്രേ ആമസോണിന്റെ വെള്ളം. ഈ നദി ഒരു സെക്കൻഡിൽ അറ്റ്ലാന്റിക് സമുദ്രത്തിലേക്ക് ഒഴുക്കിവിടുന്നത് 22 കോടി ലിറ്റർ വെള്ളം. മാത്രമല്ല, ലോകത്തിലെ ഏറ്റവും വലിയ 26 അടി നീളവും 500 കിലോ ഭാരവുമുള്ള അനക്കോണ്ട ഇതിന്റെ തീരത്ത് നിന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. 2000-ൽ പരം ഇനം മത്സ്യങ്ങളും മറ്റ് ഇതര ജീവികളെയും കൊണ്ട് സമ്പന്നമാണ് ആമസോൺ. നമ്മൾ പറഞ്ഞു വന്നത് ഹംസയെക്കുറിച്ചാണ്. എത്തിയത് ആമസോണിലും. ആമസോണിന്റെ ഒരു പ്രത്യേകതയും കൂടി പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. 6800 കിലോമീറ്റർ നീളമുള്ള ഈ ആമസോണിന്റെ കുറുകെ ഒരൊറ്റ പാലം പോലുമില്ല. അതവിടെ കിഫ്ബിയും പഞ്ചവടി പാലം നിർമ്മിച്ച നമ്മുടെ കൂട്ടരും പൊതുമരാമത്തും MP-യും MLA-യും ഒന്നും ഇല്ലാഞ്ഞിട്ടല്ല. ഇതിൻ്റെ ഇരുകരയിലും ജനതാമസം ഇല്ലാത്തതുകൊണ്ട് മാത്രം. ഇന്ത്യയിലെ മുസ്ലിം നാമമുള്ള സ്ഥലങ്ങളുടെയും കെട്ടിടങ്ങളുടെയും ഒക്കെ പേര് മാറ്റിക്കൊണ്ടിരിക്കുമ്പോൾ വയനാടിൻ്റെ പേര് വരെ ഇപ്പോൾ കഴിഞ്ഞ ഇലക്ഷനിൽ മാറ്റാൻ വേണ്ടി നമ്മളെ സുരേന്ദ്രൻ പ്രഖ്യാപിച്ചിരുന്നു. അതുപോലെ തന്നെ ഇപ്പം ഇനി അറബിക്കടലിൻ്റെ പേരെന്നാ മാറ്റുമെന്ന് അറിയില്ല. ആ സമയത്താണ് ബ്രസീലിൽ 2011-ൽ കണ്ടുപിടിച്ച ഭൂഗർഭ നദിക്ക് ഹംസ നദി എന്ന് പേരിട്ടിരിക്കുന്നത്. അതും കോഴിക്കോട് ജില്ലയിലെ കുന്നമംഗലത്ത് വലിയ മണ്ണത്താൻ കോയാമുവിൻ്റെയും ചെറിയ ആയിഷയുടെയും മകനായ ഹംസയുടെ പേരിൽ. 1941 ജൂൺ 15-ന് ജനിച്ച് മാക്കൂട്ടം AUP സ്കൂളിലും കുന്നമംഗലം ഹൈസ്കൂളിൽ നിന്നൊക്കെ പ്രാഥമിക വിദ്യാഭ്യാസം പൂർത്തിയാക്കി കോഴിക്കോട് ദേവഗിരി കോളേജിൽ നിന്ന് ഡിഗ്രിയും പാലക്കാട് വിക്ടോറിയ കോളേജിൽ നിന്ന് ഫിസിക്സിൽ PGയും കഴിഞ്ഞ് ഹൈദരാബാദിൽ സയന്റിഫിക് അസിസ്റ്റന്റായി ജോലി നോക്കിക്കൊണ്ടിരിക്കെ സ്കോളർഷിപ്പോടെ PhDക്ക് കാനഡയിലേക്ക് ചേക്കേറിയ ഈ കോഴിക്കോട്ടുകാരൻ ബ്രസീൽ DJ റോയൽ സാങ്കേതിക മന്ത്രാലയത്തിന്റെ നാഷണൽ ഒബ്സർവേറ്റീവ് ഗവേഷകനായി സേവനമനുഷ്ഠിച്ച് വിരമിച്ചതിനു ശേഷം ബ്രസീലുകാരിയായ ഭാര്യ ലിയ നയറും 3 മക്കളുമായിട്ട് ബ്രസീലിൽ തന്നെയാണ് സ്ഥിരതാമസം. വളരെ അപൂർവമായി മാത്രമേ അദ്ദേഹം നാട്ടിലേക്ക് വരാറുള്ളൂ. എങ്കിലും ബന്ധുക്കളും സുഹൃത്തുക്കളൊക്കെയായി അദ്ദേഹം ഫോണിൽ ബന്ധപ്പെടാറുണ്ട് എന്ന് അദ്ദേഹത്തിൻ്റെ പഴയകാല കൂട്ടുകാരനായ ഒരു കൊടുവള്ളിക്കാരൻ എന്നോട് പറഞ്ഞു. വിവിധ ദേശീയ അന്തർദേശീയ സെമിനാറുകളിൽ വളരെ കനപ്പെട്ട 100-ൽ പരം പ്രബന്ധങ്ങൾ അദ്ദേഹം അവതരിപ്പിച്ചിട്ടുണ്ട്. 30 വർഷം മുമ്പ് തന്നെ ബ്രസീലിലെ ഒരു എണ്ണ കമ്പനി എണ്ണ പരിവേഷണത്തിന് ആമസോൺ തീരത്ത് ഡ്രില്ല് ചെയ്തപ്പോൾ ഈ ഭൂമിക്കടിയിൽ ജലസാന്നിധ്യം കണ്ടെത്തിയിരുന്നെങ്കിലും അത് കാര്യമായി അന്ന് എടുത്തില്ല. എന്നാൽ 1970-80കളിൽ ബ്രസീൽ എണ്ണ കമ്പനിയെ പെട്രോബസ് കുഴിച്ച നിർജീവമായിരുന്ന, അതായത് ഒന്നും കിട്ടാത്ത 241 എണ്ണം കിണറുകളിൽ കണ്ട താപ വ്യതിയാനമാണ് ഹംസ ഈ കണ്ടെത്തലിലേക്ക് നയിച്ചത്. ഹംസയെ പോലെ അല്ല കേട്ടോ ഹംസനദി. അത് ഹംസനദി കുഴുമടിയാൻ 1 മണിക്കൂറിൽ 1 ഇഞ്ച് ആണത്രേ അവൻ്റെ ഒഴുക്ക്. അതായത് ഭൂമിക്ക് മുകളിലുള്ള ആമസോൺ നദി കടലിലേക്ക് ഒഴുക്കുന്ന വെള്ളത്തിന്റെ
3% മാത്രം. ഏതായാലും മോഡിയോ അമിത്ഷായോ ഒക്കെ ബ്രസീലിൽ എത്തിപ്പെട്ട് ഇതിന്റെ പേരൊക്കെ മാറ്റുന്നതിന് മുമ്പ് മലയാളിയായ ഹംസയുടെ പേരിൽ നമുക്ക് അഭിമാനിക്കാം.